എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും മിക്കവരും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന മിക്കവരും പ്രവാസികളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രവാസ ലോകത്തേക്ക് കടന്നു വന്ന ആ ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ പ്രവാസ ലോകത്തേക്ക് കടന്നു വന്നത്, അതായത് എൻ്റെ ആദ്യത്തെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് ആദ്യവും അവസാനവുമായിട്ട് ഇപ്പോൾ ഞാൻ ഖത്തറിൽ തന്നെയാണ്. അന്ന് 2009 മെയ് മാസം 15-ാം തീയതി ആണ് ഞാൻ ആദ്യമായിട്ട് വിമാനം കയറുന്നത്, ഖത്തറിലേക്ക് വിമാനം കയറുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ഉണ്ടായി, അത് പറയാൻ മറന്നു. നേരെ എയർപോർട്ടിൽ നിന്ന് വന്നത് നമ്മുടെ ഇന്നത്തെ, ഞാൻ ഇപ്പോഴത് ഓർത്തെടുക്കുന്നുണ്ട്, ഇന്നത്തെ നജ്മ സൂക്കിന്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു സ്റ്റുഡിയോയിലേക്കാണ് ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയത്. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരെയും ഓരോരുത്തരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. പിന്നീട് ആ ഒരു ഫോട്ടോ ആണ് ഖത്തറിലെ ID അടിച്ചപ്പോൾ ആ ID കാർഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നെടുത്ത ആ ഒരു ഫോട്ടോ ആണ്. ഇതെല്ലാം നടക്കുന്നത് നല്ല പൊടിക്കാറ്റ് ഉള്ള ഒരു സമയത്താണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ആ ഒരു മെയ് മാസം എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് വന്ന സമയത്ത് നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ മഴയൊക്കെ നനഞ്ഞ് മഴയത്ത് വണ്ടി എയർപോർട്ടിലേക്ക് വിട്ടു, നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാലാവസ്ഥയുള്ള ഒരു രാജ്യത്തേക്കാണ് വന്നിറങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു അമ്പരപ്പായിരുന്നു. എല്ലാവർക്കും, കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ അമ്പരപ്പായിരുന്നു. അതിനുശേഷം നമുക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ, ഇന്നത്തെ പഴയ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ആണ് കമ്പനിയുടെ ടൊയോട്ടയുടെ അക്കോമഡേഷൻ. ആ അക്കോമഡേഷനിലേക്കാണ് എല്ലാവരും പോയത്. അപ്പോൾ അന്നത്തെ ദിവസം ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. അക്കോമഡേഷനിൽ ചെന്നു, റൂമൊക്കെ കിട്ടി. അങ്ങനെ അന്ന് കമ്പനിയിലേക്ക് വരുന്ന എല്ലാവരെയും അക്കോമഡേഷൻ തന്നെയാണ് കൊണ്ടുവന്നാക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ഈ ഒരു 15 വർഷം ഈ ഒരു നാട് നമുക്ക് തന്ന സുരക്ഷിതത്വം, അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള എല്ലാ കാരണങ്ങളും ഈ ഒരു രാജ്യം തന്നെയാണ്. ഇന്നും ഈ ഒരു രാജ്യം നമ്മളെ മലയാളികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്, ഈ രാജ്യവും നാട്ടുകാരും. ഒരുപാട് പറയാനുണ്ട്. ഖത്തറിലെ വന്ന കാലം തൊട്ടുള്ള വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിശേഷങ്ങൾ, ഈ ഖത്തറിലേക്ക് നിങ്ങളുടെ ആദ്യാനുഭവം എങ്ങനെയായിരുന്നു കമൻറ്റ് ചെയ്യുക. എത്ര നാളായി ഖത്തറിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും ഞാൻ ഈ ഒരു കഥയുടെ ബാക്കിയുമായി പിന്നീട് വരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ഞാൻ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഇത്രയും നാളും വർക്ക് ചെയ്യുന്നത് എല്ലാം ഞാൻ വഴിയാലെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.